കുഞ്ഞൂട്ടന്റെ കഥ തുടരുന്നു. മറ്റൊരു അത്ഭുതം കൂടി നടന്നു. അപ്പോൾ തങ്ങൾ വിചാരിച്ച പോലെ നിസ്സാരനല്ല മരപ്പാവക്കുട്ടനെന്നും അവർക്ക് മനസ്സിലായി. അവനോട് എതിരിടുന്നതല്ല, കൂട്ടുകൂടുന്നതാണ് ബുദ്ധി എന്ന് അവർ നിശ്ചയിച്ചു. നേരത്തെ അവനെ കളിയാക്കിയവരും പിന്നെ അവന്റെ തൊഴി കിട്ടിയവരുമെല്ലാം ചിരിച്ചുകൊണ്ട് അവനെ സമീപിച്ചു. അവർ അവനെ എടുത്തുയർത്തി മുദ്രാവാക്യം മുഴക്കി. മരപ്പാവക്കുട്ടൻ ജയിക്കട്ടെ, മരപ്പാവക്കുട്ടൻ ഞങ്ങളുടെ നേതാവ്. തോറ്റിട്ടില്ല, തോറ്റിട്ടില്ല, മരപ്പാവക്കുട്ടൻ തോറ്റ ചരിത്രം കേട്ടിട്ടില്ല. നടക്കുന്നതൊന്നും മനസ്സിലാവാതെ മിടിച്ചു നിന്നു കുഞ്ഞൂട്ടൻ. പള്ളിക്കൂടത്തിലെ അധ്യാപകരും പുതിയ വിദ്യാർത്ഥി നേതാവിനെ അഭിനന്ദിക്കാനെത്തി. പള്ളിക്കൂടത്തോട് ആദ്യം അവന് തോന്നിയ അകൽച്ച വളരെ പെട്ടെന്ന് മാറി. പാഠഭാഗങ്ങൾ നന്നായി പഠിച്ചു അവൻ മിടുക്കൻ കുട്ടിയുമായി. ആരും അവനെയൊന്ന് കളിയാക്കി ചിരിക്കാൻ പോലും ധൈര്യപ്പെട്ടില്ല. എല്ലാവരും അവനെ അംഗീകരിക്കുകയും മാതൃകയാക്കുകയും സ്വീകരിക്കുകയും ചെയ്തു. എന്നാൽ എല്ലാവരുമായുള്ള കൂട്ട് ക്രമേണ അവനെ ദോഷകരമായി ബാധിച്ചു. നല്ലവരെക്കാൾ തെമ്മാടി ചെറുക്കന്മാരാണ് അവനോട് കൂടുതൽ അടുത്തത്. അവരവനു വേണ്ടി മരിക്കാൻ വരെ തയ്യാറായി. അവരോടൊത്ത് കറങ്ങി നടക്കാൻ അവൻ സമയം കണ്ടെത്തി. പാഠം പഠിക്കാവുന്നതിലും ശുഷ്കാന്തിയും കുറഞ്ഞു വന്നു. ഇതത്ര നല്ല പോക്കല്ലെന്ന് അധ്യാപകരും നല്ല കുട്ടികളും അവനെ ഉപദേശിച്ചെങ്കിലും അവൻ അത്ര കാര്യമാക്കിയില്ല. മാലാഖയുടെ കാതിലും കുഞ്ഞൂട്ടന്റെ ചുവത്ത കൂട്ടുകെട്ടിന്റെ വാർത്തയെത്തി. അതവരെ വേദനിപ്പിച്ചു. മാലാഖ അവനെ അടുത്തു വിളിച്ചു ഉപദേശിച്ചു. മോനെ, ചൂത്ത കുട്ടികളുമായുള്ള സംസർഗം നിനക്ക് വേണ്ട, അത് നിനക്ക് ദോഷം ചെയ്യും. ഇല്ലമ്മേ. അവൻ ആരോപണങ്ങളെല്ലാം ഒറ്റയടിക്ക് നിഷേധിച്ചു. എന്നാൽ അവൻ തെമ്മാടിക്കൂട്ടങ്ങളുമായുള്ള ചങ്ങാത്തം അവസാനിപ്പിച്ചില്ല. അവർ ഓരോന്നും പറഞ്ഞ് അവനോട് കൂടുതൽ അടുത്തു. ഒരു നാൾ പള്ളിക്കൂടത്തിന്റെ പടിക്കലെത്തിയതും വികൃതി ചെറുക്കന്മാർ പുതിയൊരു വിഷയവുമായി അവനെ സമീപിച്ചു. മരപ്പാവക്കുട്ട, നമുക്കിന്ന് പഠിക്കാൻ പോകണ്ട, ഒരാൾ പറഞ്ഞു. അതെന്താ? അവന് ഒന്നും മനസ്സിലായില്ല. നമുക്കൊന്ന് ഈ കടലോരത്ത് പോവാം. അവിടെ 5 നില കെട്ടിടം വരെ വിഴുങ്ങുന്ന അത്ര പെരും വയറുള്ള തിമ്മിങ്കലവും സ്രാവുകളുമുണ്ട്. നമുക്കത് കൊതി തീരും വരെ കാണാം. അവനെ പ്രലോഭിപ്പിച്ചു. പക്ഷെ പള്ളിക്കൂടത്തിൽ നിന്ന് പോവാതിരുന്നാൽ ഞാൻ ചീത്തക്കുട്ടിയാവില്ലേ? അവൻ ആശങ്കപ്പെട്ടു. ഏയ്, അങ്ങനെയൊന്നും വരില്ലെന്നേ. നമുക്ക് വേഗം പോയി തിമ്മിങ്കലത്തെ കണ്ട് തിരിച്ചു വരാം. തൽക്കാലം അത് ആരും അറിയണ്ട. അവർ അവന് ധൈര്യം പകർന്നു. ഒടുവിൽ അവൻ അതിന് സമ്മതം മൂളി. അതിന് പിന്നിൽ ന്യായമായ മറ്റൊരു കാരണം കൂടിയുണ്ടായിരുന്നു. പായ്ക്കപ്പലിൽ തന്നെ തേടി കടലിൽ പോയ അച്ഛനെ തിമ്മീങ്കലമോ സ്രാവ് വിഴുങ്ങിക്കാണുമെന്നല്ലേ സ്വർണ്ണ മത്സ്യം പറഞ്ഞത്. ഇനി ഈ യാത്രയിലെങ്ങാനും അച്ഛനെ കാണാൻ പറ്റിയാലോ?